കുറേ പ്രാവശ്യം എന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ മാനസിക വൈകല്യ കുട്ടിയാണ്, എനിക്ക് കുറേ പ്രശ്നങ്ങളുള്ളതാണ്. ഈ ഇടയ്ക്കും കൂടെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഞാൻ ഭയങ്കര പ്രശ്നക്കാരനാണ്, അടിയുണ്ടാക്കുന്ന പിള്ളേരുടെ കൂട്ടത്തിലുള്ളതാണ്. നമ്മുടെ GR പബ്ലിക് സ്കൂളിൻ്റെ ഒരു പ്രശ്നം ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2-3 ന്യൂസുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, പാർട്ടായിട്ടാണ് ചെയ്തത്. അപ്പം അവിടുന്ന് ഒരു കാരണവുമില്ലാതെ ടെർമിനേറ്റ് ചെയ്ത ഒരു മ്യൂസിക് ടീച്ചറാണ്. ടീച്ചറിനോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ടീച്ചറെ പേരെന്താണ്? അനിഷ്യ. എന്താണ് കാരണം നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യണം? എനിക്കറിയില്ല എന്താണ് കാരണമെന്ന് ഒന്നും അറിയില്ല. ഒരു ദിവസം കഴിഞ്ഞ ഏപ്രിൽ 10-ാം തീയതിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പ്രിൻസിപ്പൽ മാം എന്നെ കോൾ ചെയ്യാണ്. ഒരു 10 മണിയൊക്കെ ആയി. ഞാൻ ജോലിക്കെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഒരു 10 മണി ആയപ്പോഴത്തേക്കും പ്രിൻസിപ്പൽ മാം എന്നെ കോൾ ചെയ്തിട്ട് പറഞ്ഞു, മാം ഒന്ന് ഓഫീസ് വരെ വരണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പോയപ്പോൾ പറഞ്ഞു, മാം റിലീവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മാമിനോട്. അപ്പോൾ ഞാൻ എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. പെട്ടെന്ന് കേട്ട ഒരു ഷോക്ക് ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ എന്താ വേണ്ടതെന്ന് അറിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ റിസൈൻ ചെയ്യണോ മാം എന്ന് ചോദിച്ചു. പറഞ്ഞു അത് ഹരിസാറിനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഹരിസാറിൻ്റെ അടുത്ത് പോയിട്ട് ഹരിസാറിനോട് ചോദിച്ചപ്പോഴേ എന്നുവെച്ചാൽ ഇങ്ങനെ ഇയാൾ പോകണം, ഇയാൾ ഇവിടുന്ന് റിലീവ് ചെയ്യണം, വേറെ ടീച്ചർ വരുന്നുണ്ട്, അഞ്ജന എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചർ വരുന്നുണ്ട്, പക്ഷേ ഒരു നോട്ടീസ് പീരീഡോ ഒരു മെമ്മോയോ ഒന്നും തന്നിട്ടില്ല. ഇപ്പോൾ മാന്യമായിട്ട് പറഞ്ഞു വിട്ടായിരുന്നെങ്കിൽ ശരി, പ്രശ്നമില്ല. വെറുതെ എന്നെ, എൻ്റെ വാപ്പയെ, എൻ്റെ ഉമ്മയെ എല്ലാം ഇങ്ങനെ അവമാനിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നതിൽ എന്താണ് പോയിന്റ് ഉള്ളത്? ഇതെന്റെ ഉമ്മയെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. എന്റെ പേര് ലക്ഷ്മി രവീന്ദ്രൻ എന്നാണ്. ഞാൻ ഡോക്ടർ ജി രാമചന്ദ്രന്റെ അനിയന്റെ മകളാണ്. ഓക്കെ മാഡം. നടക്കുന്നതെല്ലാം വളരെ മോശമായ കാര്യങ്ങളാണെന്ന് എനിക്കറിയാം. ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു, അത് അവരെ മുഴുവൻ ഇഷ്ടത്തിന് ഇദ്ദേഹം പിരിച്ചുവിടുകയും ഇദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് ഇദ്ദേഹത്തിന്റെ ഫാമിലിയിലുള്ള കുറച്ച് പേരെ പിടിച്ച് ട്രസ്റ്റ് ആക്കി വെച്ച് 2019 സിസ്റ്റർ മൈഥിലി എന്ന് പറയുന്ന മാഡം അസുഖമായതിനു ശേഷം ഞങ്ങൾ ആരെയും കാണാനും സമ്മതിച്ചിട്ടില്ല. അയാൾ പറയുന്നത് ഇയാൾ ജി രാമചന്ദ്രനെ ഫാമിലിയിലുള്ളതാണെന്ന്. ഇയാൾക്ക് ജി രാമചന്ദ്രനെ അറിയില്ല, കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഫാമിലിയിലോ യാതൊരു ബന്ധവും ഇയാൾക്ക് ഞങ്ങളുടെ ഫാമിലി ആയിട്ടില്ല. ടീച്ചേഴ്സ്, ഞാനൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനാണ് ഞാനിപ്പോ ഈ മെസ്സേജ് ഇടുന്നത്. നമ്മളെ ഗ്രൗണ്ടില് വേസ്റ്റ് വാട്ടർ നമ്മൾ വിട്ടുവെന്നും അതുകൊണ്ട് ആർക്കോ വഴി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും അത് നമ്മുടെ കിണറും ആ ഗ്രൗണ്ടിൽ ഒരു കിണറുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അപ്പൊ ആ വെള്ളമാണ് കുട്ടികൾ കുടിക്കുന്നതെന്നും അങ്ങനെ ദോഷമുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ അയൽവക്കത്തുള്ള ഒരു സ്ത്രീയാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അത് അവരുടെ പോസ്റ്റ് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്, ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ പല ടീച്ചേഴ്സും വിളിച്ച് ചോദിക്കുന്നുണ്ട്. 2500 പിള്ളേരോളം പഠിക്കുന്ന ഒരു സ്കൂളിൽ എല്ലാവർക്കും അതിനെക്കുറിച്ചൊരു വിഷമം ഉണ്ടാവും. അതിന്റെ സത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ, ഈ കുട്ടികൾ കൈ കഴുകുന്ന ക്യാൻറ്റീന്റെ സൈഡുള്ള ഒരു ടാങ്ക്, ആ കുട്ടികൾ കൈ കഴുകുന്ന വെള്ളം വന്ന് സ്റ്റോർ ചെയ്യുന്ന ഒരു ടാങ്ക് ഓവർഫ്ലോ ആയി കുറെ വെള്ളം നമ്മുടെ ഗ്രൗണ്ടിലോട്ട് പോയി. കുട്ടികൾ കൈ കഴുകുന്ന വെള്ളമാണ്.